ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കില്ല കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും രാത്രി 9:30 ആയി. ആ സമയത്ത് നമുക്ക് വാഗമണ്ണ് പോയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ചുമ്മാ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുള്ളതാണ്. അപ്പം അങ്ങനെ ഇറങ്ങിയതാട്ടോ. വാഗമണ്ണ വരെയും പോയില്ലായിരുന്നു. കാര്യാട്ടോപ്പിൽ അങ്ങനെ പോയി നിൽക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യാട്ടോപ്പിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കുറേ ആയിട്ട്. അപ്പം അതിന് കുറച്ച് മുമ്പേ ഉള്ള ഒരു കടയുണ്ട്, ഒരു കഫേയുണ്ട്. ആ കഫേയിൽ കയറി കുറേ നേരം അങ്ങ് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. നല്ല രസം. പക്ഷേ ഇപ്പം ചൂടും ഇല്ല തണുപ്പും ഇല്ലാത്തൊരു ക്ലൈമറ്റാണ്. തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് പോയി നിൽക്കാൻ, നല്ല കാറ്റും ഒക്കെയാണ്. ദിവസം ആയതുകൊണ്ടായിരിക്കും ഒട്ടും തന്നെ ആളും തിരക്കും ഒന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത ശനി ഞായർ ദിവസങ്ങളിലൊക്കെ പോയാൽ നല്ല റോഡിൽ കൂടെയൊക്കെ നല്ല ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. ഇത് അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു. കാര്യാട്ടോപ്പിന് കുറച്ച് താഴെയായിട്ട് കോഫി ഹട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേ ഉണ്ട്. ആ കഫേയിലാണ് ഞങ്ങൾ പോയത്. സാധാരണ ഞങ്ങൾ അതിന് മുകളിലായിട്ട് കാര്യാട്ടോപ്പിൻ്റെ അടുത്തൊരു ചേട്ടൻ്റെ കടയുണ്ട്. അവിടെയാണ് ഞങ്ങൾ മിക്കപ്പോഴും പോകുന്നത്. ഇതിന്ന് ഇവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് അപ്പം ഇവിടുന്ന് ജസ്റ്റ് ചുമ്മാ കട്ടൻ കാപ്പിയും നൂഡിൽസും ഒക്കെ കഴിച്ച് കുറേ നേരം അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് ചുമ്മാ ഇരുന്ന് തണുപ്പുമില്ല ചൂടും ഇല്ലാത്ത ക്ലൈമറ്റിൽ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 10:15 ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ദിവസവും കൂടെ ആയതുകൊണ്ടായിരിക്കും അവിടെ ആളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിച്ച് കുറേ നേരം അവിടെ ഇരിക്കും കിടക്കും എല്ലാം ചെയ്ത്. പിന്നെ അവിടെ പാട്ടുമൊക്കെ ഇട്ടിട്ടുള്ളായിരുന്നുകൊണ്ട് നല്ലൊരു വൈബുള്ള ഒരു ഷോപ്പും കൂടിയാണ്. അതായത് LED ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ടൊക്കെ നല്ല രസം അവിടെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കഫേ ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം മുള വെച്ചിട്ടാണ്. അതായത് 2 നിലകളിലായിട്ട് താഴെയും മുകളിലും ഏർമാടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നല്ല രസമുണ്ട് ആ കഫ കാണാനും ഒക്കെ ആയിട്ട്. തൊട്ട് ബാക്കിൽ നല്ല വലിയ കൊക്കയും കൂടിയാണ്. നമുക്ക് രാത്രി ആയതുകൊണ്ട് നമുക്കത് അറിയത്തില്ല. പിന്നെ അവിടെ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങ് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡാൻസ് കളിക്കാൻ വേറെ ആരും കൂട്ടില്ലാത്തതുകൊണ്ട് ഇരുന്നുകൊണ്ട് തന്നെ മാക്സിമം കളിക്കുന്നുണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടി ആക്ഷൻ ചെയ്തതൊന്നുമല്ല കേട്ടോ. ഈ ആക്ഷൻ കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തുക. കണ്ടില്ലേ, ഇതിങ്ങനെയൊക്കെ കോലം കെട്ടുന്ന കാണുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുന്നത് കണ്ടില്ലേ. ഞാനുണ്ട് അവിടെ ഇരുന്ന് ചിരിക്കുമായിരുന്നു. പാട്ടും ഡാൻസെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത നൂഡിൽസ് എത്തിയായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഒരെണ്ണം മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു നൂഡിൽസേ ഓർഡർ ചെയ്തോളായിരുന്നു. പക്ഷേ അത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു 2-3 സെക്കൻഡുകൾക്കുള്ളിൽ നൂഡിൽസ് പാത്രം കാലിയായി. ചുമ്മാ അവിടെ പോയൊക്കെ ഇരുന്ന് നമ്മൾ കഴിക്കുമ്പം നല്ല രസമാണ്. വിശപ്പില്ലെങ്കിൽ കൂടിയും നമ്മൾ അറിയാതെ കഴിച്ചു പോകും. അങ്ങനെ ഒരു പ്ലേറ്റും കൂടെ അങ്ങ് ബുക്ക് ചെയ്ത് കഴിച്ചതിൻ്റെയും ഡാൻസ് കളിച്ചതിൻ്റെയൊക്കെ ക്ഷീണം മാറ്റാനായിട്ട് അവിടെ കിടക്കുകയും കൂടെ ചെയ്ത്. പിന്നെ ഇപ്പോൾ അടുത്ത നൂഡിൽസും കൂടെ വന്ന് അതും കൂടെ ഞങ്ങളങ്ങ് കഴിച്ച് പിന്നെ വീണ്ടും നമുക്ക് അവിടെ നിന്ന് അങ്ങ് വരാനായിട്ട് തോന്നുന്നില്ല. ചുമ്മാ കൊച്ചിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് കൊച്ചിന് അങ്ങനത്തെ ഒരു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സാധനം ഇങ്ങനെ തെന്നി പോകും. അതുകൊണ്ട് തന്നെ കൊച്ചങ്ങ് ഓടിയൊന്നും കളിച്ചില്ല. നിന്ന സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് എന്തായാലും നന്നായി. അങ്ങനെ അതെല്ലാം കഴിച്ചങ്ങ് ഇറങ്ങി. അപ്പം ഒരു വണ്ടി ആൾ വന്നായിരുന്നു അവിടെ ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ കയ്യിലൊരു ഡോഗ് ഉണ്ടായിരുന്നു ചെറിയ. അതിനെയും കണ്ടിട്ട് പതുക്കെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് താക്കോലുമായിട്ടാണ് കൊച്ചിറങ്ങിയത്. അവൻ തന്നെ തുറന്നോളാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു തുറന്നോ എന്ന് പറഞ്ഞ് അവൻ താക്കോലൊക്കെ എടുത്ത് തുറക്കാൻ വേണ്ടി ശ്രമിക്കുമോ അവൻ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.